കൂടി യൂത്ത് ലീഗ് ഷാക്കിർ കൂടി നമുക്ക് പോകണം. ഷാക്കിർ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആലോചന? യഥാർത്ഥത്തിൽ മറ്റു പല പാർട്ടികളും യുവാക്കൾക്കൊക്കെ മുൻനിരയിലേക്ക് വരാൻ പല അവസരം കിട്ടിയിട്ടും ലീഗിൽ അത് കിട്ടാതെ പോകുന്ന ഒരു വിഷയം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ടോ? എന്തായാലും ഇത്തവണ ചില മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് സ്വാഭാവികമായും അതൊരു മോശമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞ ചില ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥി മോഹികളോ അല്ലെങ്കിൽ സ്ഥാനം മോഹികളോ ഒക്കെ പഠിച്ചു വിടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ വരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പേര് വെച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും കാണുന്നുണ്ട്. അത് കൃത്യമായി നമുക്കറിയാം. കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ തന്നെ നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് വിമർശനം നടത്തിയതായിട്ടൊക്കെ മാധ്യമം കാണുന്നുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ്, ആരാണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി നിങ്ങൾക്ക് പറയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ചെറുപ്പക്കാരെ പാർട്ടി പ്രധാനമായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് 2 സീറ്റാണുള്ളത്. എന്തായാലും അത് കൊടുക്കാത്തതിൽ ഞങ്ങൾക്കൊക്കെ വളരെ വലിയ വിഷമമുണ്ട്. എന്നാൽ എടുത്ത തീരുമാനത്തിൽ സന്തോഷവുമുണ്ട്. മിടുക്കരായിട്ടുള്ള ആളുകളാണ് പാർലമെന്റിലേക്ക് വിട്ടത്. അതേപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ചെറുപ്പക്കാർക്ക് PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആൾക്ക് അവസരം കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന പേരുകൾ KM ഷാജി പോലെയുള്ള ആളുകളൊന്നും നിങ്ങൾ ഇപ്പൊ കൂട്ടേണ്ടത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലല്ല. ഏറ്റവും മിടുക്കരായ നിയമസഭാ സാമാജികരായി നല്ല നേതാക്കന്മാരെ വന്നിട്ടില്ല. അവർക്ക് 55 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ 25 അല്ലെങ്കിൽ 30 വയസ്സ് ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും വളരെ ചെറിയ പ്രായത്തിൽ പാർട്ടി അവസരം കൊടുത്തതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്ന ആളുകൾ, പരിചയസമ്പന്നര്, ചെറുപ്പക്കാര് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാ തവണയും പ്രഖ്യാപിക്കാറുള്ളത്. ഇപ്പൊ ഇതിന്റെ ടേമോ മറ്റു കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ചക്കെടുത്തതായി ഞങ്ങളാരും അറിയില്ല. മാത്രമല്ല ഇതിന്റെ സമയമല്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം ബാക്കിയിരിക്കുകയാണ്. അതിനു മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും അത് കഴിഞ്ഞ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹാരിസ് ബീരാനെ മത്സരിപ്പിച്ചപ്പോഴും സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും അതുപോലെ പുതുമുഖങ്ങൾക്കും വലിയ രീതിയിൽ അവസരം കൊടുക്കുമെന്ന്. ആ പ്രതീക്ഷയിലാണുള്ളത്. എല്ലാ പാർട്ടികളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മിടുക്കരായി സജീവമായി രംഗത്തുള്ളത് മുസ്ലിം യൂത്ത് ലീഗിലാണ്. അതുപോലെ തന്നെ മിടുക്കരായ നേതാക്കന്മാരുണ്ട്. ആ കാര്യം പലപ്പോഴും പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ തന്നെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. സ്വാഭാവികമായും ഇത് ടേം എത്ര അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എത്ര എന്നൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടി ആലോചിക്കേണ്ടതാണ്. അതിനുള്ള ഒരു സമയമല്ല. ആ ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പൊ അതിന്റെ സമയമല്ലല്ലോ. ഇപ്പൊ ചില ആളുകളുടെ അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കൊണ്ട് വാട്സപ്പ് മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നതോ അതല്ലല്ലോ ഒരു വസ്തുത. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ കാണിച്ചു കൊണ്ടിരിക്കുന്ന പേരുകൾ, ഫോട്ടോ, ഇതൊക്കെ എവിടുന്ന് കിട്ടി, ആരാണ് ഇതൊക്കെ പഠിച്ചു വിടുന്നത്, ഇത് ആരുടെ താല്പര്യമാണെന്ന് അറിയില്ല. ഏതായിരുന്നാലും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മിടുക്കരായ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് എല്ലാവർക്കും കൂടി അവസരം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മിടുക്കരായിട്ടുള്ള ആളുകൾ നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ വിജയ സാധ്യതയും മറ്റുമൊക്കെ പരിഗണിച്ച് പാർട്ടി അത് പരിഗണിക്കും സമയമാകുമ്പോൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു ചില ആളുകൾ അവനവന്റെ പേര് അവനവൻ തന്നെ മാധ്യമങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന പല സംവിധാനങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇതേപോലെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള പേരുകൾ ആരെങ്കിലും അവർ തന്നെ അയച്ചു തന്നതാണ് എന്നൊന്നും അറിയില്ല. ഏതായാലും ഈ രീതിയിലേക്ക് പാർട്ടി ഒരു ചർച്ചയിലേക്ക് കടന്നതായി ഞങ്ങളാരും അറിയില്ല. അതിന്റെ സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ പാർട്ടി ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും മറ്റും അവസരം കൊടുക്കുമെന്ന് പാർട്ടിയുടെ സുപ്രീമോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ ആ സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ഷാക്കിർ, ഒരു കാര്യം പലപ്പോഴും നമുക്കറിയാം, ഇടതുപക്ഷത്ത് CPM-ഉം CPM-ഉം CPI-യും ഒരു ടേം വ്യവസ്ഥ കൃത്യമാക്കി നിർബന്ധമാക്കിയപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കുറേ പുതുമുഖങ്ങൾ കടന്നു വന്നു. കോൺഗ്രസും കഴിഞ്ഞ നിയമസഭയിൽ കുറേ അധികം ആളുകൾക്ക് പരീക്ഷണം നടത്തി. ഇതൊക്കെ പറയുമ്പോഴും ലീഗിലേക്ക് പക്ഷേ അത്രയും കാര്യമായ പരീക്ഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനൊരു തിരുത്തൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ആ സാധ്യതയ്ക്കൊപ്പം താങ്കളും പങ്കുചേരുന്നു എന്നാണ് ചോദ്യം. അത്തരം ചർച്ചകൾ ലീഗിൽ യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ? അല്ല, ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത രീതിയിൽ അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങളെല്ലാം ഈ പരസ്യമായി ശരിവെക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസകരമായ സംഗതിയാണ്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ തവണയൊക്കെ ഞാൻ പ്രായത്തിന്റെ കണക്ക് പ്രകാരം പറഞ്ഞു വളരെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിരുന്നു. എന്നാൽ ലീഗിന് സീറ്റുകളുടെ എണ്ണം കുറവുണ്ട്. എന്നാൽ പോലും പഴയ കാലത്തെ അപേക്ഷിച്ച് ചെറുപ്പക്കാർക്ക് കഴിഞ്ഞ തവണ ഒന്നും വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത്തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പലതവണ പറഞ്ഞതാണ്
മുസ്ലിം യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവസരം കൊടുക്കുമെന്ന്. പിന്നെ എല്ലാ ആളുകളും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, സ്വാഭാവികമായും പരിചയ സമ്പന്നത വേണം. അതുപോലെ തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും ലീഗിന് പരിഗണിക്കേണ്ടതായി വരും. എന്നാൽ പോലും ഏറ്റവും മിടുക്കരായ, അത് പൊതുരംഗത്ത് ദൈനംദിനം ഇടപെടുന്ന മിടുക്കരായ ആളുകൾ, നിയോജകമണ്ഡലം തലത്തിൽ പോലും യൂത്ത് ലീഗിന്റെ ആളുകൾ നിയമസഭാ മത്സരത്തിലേക്ക് പാകപ്പെട്ടവരുണ്ട്. അത് പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ വലിയ പ്രതീക്ഷയിലാണ്. തങ്ങൾ പ്രസിഡന്റായ ശേഷം ആദ്യമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അടുത്ത കാലത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കറിയപ്പോൾ പല തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്ന് പൊതുസമൂഹം പോലും വിലയിരുത്തിയതാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ പ്രായത്തിന്റെ ഒരു സംഗതി മത്സരിക്കുന്ന ആളുകൾ കൂടി തീരുമാനിക്കേണ്ടതാണ്. എനിക്കിത്ര പ്രായമായി, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയം ചില ആളുകൾ തിരിച്ചറിയേണ്ട സാഹചര്യം കൂടിയുണ്ട്. അത് തിരിച്ചറിയാൻ അവർ മുന്നോട്ട് വരും എന്ന് അതും ഒരു സാമൂഹ്യ സേവനമാണ്. അത്തരം ആളുകൾ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് പുതുമുകൾ അവസരം കൊടുക്കണമെന്ന് പാർട്ടിയോട് അങ്ങോട്ട് പറയുന്ന ഒരു നല്ല കീഴ്വഴക്കം പലപ്പോഴും ലീഗിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുതിയ കാലത്തും ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇവരൊക്കെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. വളരെ വലിയ സംഭാവനകൾ ഈ നേതാക്കന്മാരൊക്കെ സമൂഹത്തിനും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭാവന കൂടി, എനിക്ക് പ്രായമായി, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇനി പുതിയ കുട്ടികൾ വരട്ടെ, പുതിയ ചെറുപ്പക്കാർ വരട്ടെ എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിലേക്ക് ചില ആളുകളൊക്കെ വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഷാക്കിർ ഒരു കാര്യം പറഞ്ഞു വന്നത്, താങ്കളുടെ ഒരു ലിമിറ്റിൽ നിന്ന് പരമാവധി പറയുന്നുണ്ട്, എനിക്കറിയാം, വളരെ വ്യക്തമാണ് കാര്യം. പക്ഷേ ഒരു കാര്യം കൂടി, പലപ്പോഴും ലീഗിലെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു, ചില വ്യത്യസ്ത മുഖങ്ങളെ കൊണ്ടുവരുന്നു, ഇത്തവണ പതിവ് മുഖങ്ങൾ മാറി നിൽക്കുമെന്ന് തോന്നൽ ഉളവാക്കാറുണ്ട്. പക്ഷേ ചർച്ചകളുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നതാണ് കഴിഞ്ഞകാല അനുഭവം. PK ഫിറോസിന് പോലും കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തവണ അതിലൊരു കാതലായൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നാണോ അതിൻ്റെ ചുരുക്കം? തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ കഴിഞ്ഞ തവണ വാർത്താ മാധ്യമങ്ങളിൽ പത്രസമ്മേളനം നടത്തിയ ഓർമ്മ ഉണ്ടാവും. ഹാരിസ് വീരാന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷയിൽ പിന്നെ പാർട്ടിയുടെ യോഗങ്ങളിലും പറയുന്നുണ്ട്, നമുക്കറിയാലോ. പിന്നെ കഴിഞ്ഞ തവണ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശരിയല്ല. നജീബ് കാന്തപുരം യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. PK ഫിറോസ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് മത്സരിച്ച ആൾ കഴിഞ്ഞ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. യുവാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ വരും കാലത്തും കൂടുതൽ പരിഗണന കിട്ടും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാക്കിർ, ഒരു കാര്യം കൂടി, നമുക്കറിയാം ലീഗിനെ സംബന്ധിച്ച് ഹൈ പ്രൊഫൈൽഡായ കുറേ അധികം നേതാക്കളുടെ വലിയ നിര, ഒരുപക്ഷേ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിഗണന കിട്ടാതെ പോകുന്നു എന്നൊരു വിഷയം കൂടി അതിന് പിന്നിലില്ലേ? കാരണം മറ്റൊന്നുമല്ല, ലീഗിൻ്റെ നിലപാടുകൾക്കപ്പുറം മുന്നണി രാഷ്ട്രീയത്തിൽ ലീഗിനുള്ള ചില പരിമിതികളുണ്ടല്ലോ. ഉദാഹരണത്തിന് പറഞ്ഞാൽ മലബാർ മേഖലയിൽ മാത്രം മത്സരിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പറിൽ മാത്രം നിൽക്കേണ്ടി വരിക. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ അല്പം കൂടി മികച്ച പരിഗണന കിട്ടേണ്ടി വന്നാൽ ലീഗിലെ ഈ പല നേതാക്കളും കൂടുതൽ പരിഗണിക്കപ്പെടില്ലേ? അതുകൂടി ഒരു ഘടകമല്ലേ? അല്ല, അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്ത്യ ഭരിക്കും, കേരളം ഭരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, ആദർശപരമായി ആശയപരമായി കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. സമുദായ താല്പര്യം, സമൂഹ താല്പര്യം അതൊക്കെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. എല്ലാവരുമായി നല്ല സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഒരുപാട് സീറ്റുകൾ വാങ്ങി, ഒരുപാട് സീറ്റുകൾ മത്സരിച്ച് വെറുതെ തോൽക്കാൻ വേണ്ടി മത്സരിക്കാൻ ലീഗ് സന്നദ്ധമല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ വലിപ്പത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. ലീഗ് ഒരു പ്രധാന കക്ഷിയാണ്, പ്രധാന ശക്തിയാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കണം, എത്ര സീറ്റിൽ മത്സരിച്ചാൽ എത്ര സീറ്റിൽ വിജയസാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗിന് എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മറ്റ് എന്താ പറയാ ഒരു പ്രത്യേക താല്പര്യത്തിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ല ലീഗ്. അതിൽ നിങ്ങൾക്കറിയാം, അതിലൊന്നും വലിയ കടുംപിടുത്തം ഒരു കാലത്തും ലീഗ് പിടിച്ചിട്ടില്ല. പഴയ കാലം മുതലുള്ള നേതാക്കന്മാരും ഇപ്പോഴത്തെ നേതാക്കന്മാരും വളരെ പക്വതയോടുകൂടി ആണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ നമ്പർ സീറ്റുകളിൽ മത്സരിച്ച് ഒരുപാട് പേരെ സ്ഥാനാർത്ഥികളാക്കി അങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അത് നല്ലതുമല്ല. പക്ഷെ മത്സരിക്കുന്ന സീറ്റുകളിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി നല്ല വിജയസാധ്യത ഉണ്ടായി നല്ല ഒരു UDFന്റെ ഗവൺമെന്റ് വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചർച്ച കൊണ്ടുപോകുക എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ ചർച്ചയ്ക്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എടുത്തത് കുറെ പേരുകൾ കാണുന്നുണ്ട്. ആരാണ് ഈ പേരുകൾ പിന്നെ പറയുന്നതെന്നോ എവിടെയാണ് ഈ ചർച്ചയെന്നോ അറിയില്ല. പാർട്ടിയുടെ ഒരു ബോഡിയിലും ഇത് ഇങ്ങനെ ഒരു ചർച്ച നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ആളുകളൊക്കെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ യൂത്ത് കോൺഗ്രസ് ലിസ്റ്റിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ പോലും
യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പേര് വെച്ച് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. മിനിമം കോമൺ സെൻസ് കാണിക്കണ്ടേ? ലീഗിന്റെ സീറ്റിൽ ലീഗിന് മത്സരിക്കാൻ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതേപോലെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ആളുകൾ ഇത് ഇവരാരെങ്കിലും തന്നെ എഴുതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് പരിഗണിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ പേരൊക്കെയാണ് നിങ്ങൾ ഇതിൽ കാണിക്കുന്നത്. അത് പിന്നെ ആ രീതിയിൽ ആ മത്സര രംഗത്തേക്ക് പരിഗണിക്കേണ്ട ലിസ്റ്റുകളിലുള്ള ഒരുപാട് പ്രമുഖർ വേറെയുണ്ട്. ഇപ്പൊ 25 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നതെങ്കിൽ 250ഓളം മിടുക്കരായിട്ടുള്ള ആളുകൾ ലീഗിലുണ്ടാവും. എല്ലാവരെയും കൂടി മത്സരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേയ്മെന്റ് കാര്യത്തിലും അതുപോലെ ഒരു സീറ്റിൽ മത്സരിക്കുന്ന ആളുകളുടെ കാര്യത്തിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷം കൂടിയുണ്ട്. അതിന്റെയൊക്കെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും ആ ചർച്ചയിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഒരു 6 മാസം മുമ്പൊക്കെ പാർട്ടി അതിന്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരും. ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഇത്തരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചർച്ചയോ മറ്റ് പേരുകളോ ഒന്നും നിലവിൽ ചർച്ചയ്ക്ക് വന്നതായി നമ്മളുടെ അറിവിലില്ല. അതിന് സാധ്യതയില്ല. ശരി, വളരെ നന്ദി ഷാക്കിർ. എന്തായാലും ഷാക്കിറിനുള്ള